25% നികുതി ഇന്ത്യക്ക് മേൽ ചുമത്തിയതിന് പിന്നാലെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞത് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇതിന് മറുപടിയുമായി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി തങ്ങളുടെ ഉഭയകക്ഷി ബന്ധം യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത്, അതല്ലാതെ മൂന്നാമതൊരു രാജ്യത്തിന്റെ അഭിപ്രായം കേട്ടിട്ടല്ല. കാരണം റഷ്യ എന്ന് പറയുന്നത് എക്കാലത്തും ആയുധ ഊർജ വിപണിയുടെ ഞങ്ങളുടെ ഉറച്ച പങ്കാളിയാണ്, സ്ഥിരതയുള്ള പങ്കാളിയാണ്, വിശ്വസ്തമായ പങ്കാളിയാണ് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് പോലും ഇന്ത്യയെ സഹായിക്കാത്ത അമേരിക്കയെ അല്ല തങ്ങളെ നിയന്ത്രിക്കേണ്ടത്. തങ്ങൾക്കറിയാം ആരുമായി ബന്ധം വേണമെന്നും റഷ്യയുമായിട്ടുള്ള ബന്ധം വളരെ ഉറച്ചതാണെന്നും സ്ഥിരതയുള്ളതാണെന്നും തങ്ങളുടെ ഊർജത്തിന്റെ ഒരു വലിയ സ്രോതസ് റഷ്യൻ സഹായത്താലാണ്. നമുക്കറിയാം ആണവ നിലയങ്ങൾ അനവധിയുണ്ട് റഷ്യയിൽ. ഒപ്പം തന്നെ റോക്കറ്റ് സാങ്കേതിക വിദ്യയും മറ്റുമൊക്കെ റഷ്യ തരാൻ പോയപ്പോൾ അതിനെ തകിടം മറിച്ചതും നമുക്കറിയാം. യുദ്ധസമയങ്ങളിൽ നമ്മളെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി അമേരിക്ക അല്ല തങ്ങൾക്ക് വലുതെന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നു. അതിന് പിന്നാലെ റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നാണ്. ഇതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് അങ്ങനെ നിർത്തിയോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല, അങ്ങനെ നിർത്തിയെങ്കിൽ വളരെ നല്ല കാര്യമാണെന്നാണ്. പക്ഷെ അതിനും മറുപടിയുമായി രൺധീർ സിംഗ് ജസ്വാൾ, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവാണ്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നില്ല, ഡിസ്കൗണ്ട് റഷ്യ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അതുപ്രകാരം ചില ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഷിപ്പിങ്ങിന്റെ ചില പ്രോബ്ലംസ് ഉണ്ട്. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഒരു രാജ്യത്തിന്റെ കാര്യം നോക്കിയിട്ടില്ല, പകരം എവിടെ നിന്നാണോ നമുക്ക് ലാഭകരമായി ലഭ്യമാകുന്നത് അവിടെ നിന്നാണ് വാങ്ങുന്നത്. നേരത്തെ റഷ്യയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് ഉള്ളപ്പോഴാണ് നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങിയത്. ഇപ്പോൾ അവർ ഡിസ്കൗണ്ട് നൽകുന്നില്ല എന്നാണ് തങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ചില കമ്പനികൾ താൽക്കാലികമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെച്ചിരിക്കുന്നത്. അവർ ചർച്ച നടത്തുന്നുണ്ട്, ഒരുപക്ഷെ കൂടുതൽ ഡിസ്കൗണ്ട് തന്ന് കൂടുതൽ എണ്ണ വാങ്ങിയേക്കാം. ഒപ്പം തന്നെ ട്രേഡിങ്ങിനും അതായത് ഷിപ്പിങ്ങിനും ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ചില കമ്പനികൾ നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവും പറഞ്ഞിരിക്കുന്നു. അതായത് ട്രംപിനും വിശ്വാസമില്ല ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് അങ്ങനെ അവർ ചെയ്തെങ്കിൽ നല്ലത്, തനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, താനും അങ്ങനെയൊക്കെ കേട്ടത് മാത്രമേ ഉള്ളൂ എന്നാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.